ഗാസയിൽ ബന്ദികളാക്കിയവരുടെ മോചനം അംഗീകരിച്ച ഹമാസ്. തുടക്കത്തിൽ 34 ബന്ദികളെ ഘട്ടങ്ങളായി മോചിപ്പിക്കും. ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടന്നത്. ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ച സ്റ്റീവ് വിറ്റ്കോഫ്, ജോ ബൈഡന്റെ പ്രതിനിധി ബ്രൈഡ് മെക്ഗർഗ് എന്നിവർ ചർച്ചയുടെ ഭാഗമായി. ഖത്തറും ഈജിപ്തും മധ്യസ്ഥം വഹിച്ച ഊർജിത ചർച്ചകൾക്കൊടുവിലാണ് മോചനം സംബന്ധിച്ച് അന്തിമ ധാരണയായത്. ഞായറാഴ്ച ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഫോണിൽ സംസാരിച്ചിരുന്നു. ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഖത്തർ അമീറുമായി ബൈഡൻ സംസാരിച്ചിരുന്നു. പുതിയ ധാരണ പ്രകാരം പലസ്തീനിയൻ തടവുകാരെ ഇസ്രായേൽ വിട്ടുനൽകും. 34 ബന്ദികളെ പല ഘട്ടങ്ങളായി ഹമാസും വിട്ടുനൽകും. അധികാരമേൽക്കും മുമ്പ് മോചനം സാധ്യമാക്കണമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. മോചനം യാഥാർത്ഥ്യമായില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പലതവണ പറഞ്ഞിരുന്നു. I will ban refugee settlements from terror-infested areas like the Gaza Strip, and we will arrest the pro-Hamas thugs who vandalize federal property and make really life very, very difficult in this country for a lot of people. We want our hostages back, and they better be back before I assume office, or you will be paying a very big price. ഇസ്രായേൽ ഗാസ വിഷയം കൈകാര്യം ചെയ്യാൻ ട്രംപ് നിയോഗിച്ച പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ബൈഡന്റെ പ്രതിനിധി ബ്രൈഡ് മെക്ഗർഗ് എന്നിവരും ചർച്ചയിൽ സന്നിഹിതരായിരുന്നു. ഇരു രാജ്യങ്ങൾക്കിടയിൽ ബഫർ സോൺ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും ധാരണ അന്തിമ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.